സന്ധ്യാദീപം തിളങ്ങും നേരം തിരുനടയിൽ ശാന്തി നിറയും. തന്ത്രിയുടെ മന്ത്രധ്വാനങ്ങൾ ഉണർത്തിയിടും ഭക്തി തൻ തരംഗം. ക്ഷേത്രകലകൾ വാഴുമീ പുണ്യം ദർശന പുണ്യം തിരുനട, ദർശന പുണ്യം തിരുനട. ഭാരതപ്പുഴയുടെ ദക്ഷിണ തീരത്ത് മനോഹാരിത തുളുമ്പുന്ന തൃശ്ശൂർ ജില്ലയിലെ മായന്നൂർ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധവും അതിപുരാതനവുമായ മറ്റൊരു പുണ്യസങ്കേതമാണ് മൂലങ്ങാട് ലക്ഷ്മണസ്വാമി ക്ഷേത്രം. ചിറങ്കര ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ അതേ ഊരായ്മക്കാരായ പ്രശസ്ത ബ്രാഹ്മണ മനകളുടെ സംരക്ഷണത്തിലുള്ള ഈ ക്ഷേത്രം സഹസ്രാബ്ദങ്ങളുടെ പഴക്കവും സവിശേഷമായ പ്രതിഷ്ഠാ വൈവിധ്യങ്ങളും കൊണ്ട് ഭക്തലക്ഷങ്ങൾക്ക് സർവൈശ്വര്യവും മോക്ഷവും പ്രദാനം ചെയ്യുന്ന അത്ഭുത സന്നിധിയാണ്. ചിറങ്കര ശ്രീരാമൻ വിഷാദഭാവത്തിലാണ് കുടികൊള്ളുന്നതെങ്കിൽ മൂലങ്ങാട് തേവർ സുസ്മേരവദനായി നിലകൊള്ളുന്നു. മഹാവിഷ്ണുവിൻ്റെ അനന്താവതാരമായ ലക്ഷ്മണ പെരുമാൾ മൂലങ്ങാട് തേവരായി ഇവിടെ കുടികൊള്ളുകയാണ്. ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് വിചാരിച്ച കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കുന്ന ഒരാളാണ് ലക്ഷ്മണസ്വാമി. മൂലങ്ങാട്ട് തേവരെന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടെ തന്നെ കല്യാണം നടക്കാതെ 10-30 വയസ്സ് വരെ കല്യാണം നടക്കാതെ ഇവിടേക്ക് അയ്യപ്പന്മാർക്ക് അവരുടെ വക നടത്താമെന്ന് പറഞ്ഞ് 3 മാസത്തിനുള്ളിൽ കല്യാണം നടന്ന ചരിത്രം ഇവിടെയുണ്ട്. അതുപോലെ കുട്ടികളില്ലാതെ ഇവിടെ വന്ന് ചോറ് കൊടുക്കുക. ഇവിടെ പണ്ടത്തെ കാലത്തൊന്നും ചോറ് കൊടുക്കലോ കല്യാണങ്ങളൊന്നും ഉണ്ടായില്ല. അതിനുശേഷം ഇപ്പോൾ മറ്റേ ചോറ് കൊടുക്കല്, കല്യാണം എല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റേ കുട്ടികളില്ലാത്തവരെ ഇതുപോലെ പ്രാർത്ഥിച്ചിട്ട് ഇവിടേക്ക് അന്നദാനം നടത്താമെന്ന് പറഞ്ഞ് അന്നദാനം നടത്തിയിട്ട് അവർക്ക് കുട്ടികളുണ്ടായ ചരിത്രമുണ്ടായി. അങ്ങനെ ഭഗവാൻ എന്ത് വിചാരിച്ചാലും ആ വിചാരിച്ച കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭഗവാനാണ് ലക്ഷ്മണസ്വാമി. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് പണ്ടത്തെ കാലത്തൊക്കെ നമ്മുടെ പൂർവികന്മാരായിട്ടുണ്ടാകുന്നത് ഇവിടെ വാരം കഴിക്കലാണ് ഏറ്റവും പ്രധാനമായിട്ടുണ്ടാകുന്നത്. 1 മാസക്കാലം, കർക്കിടക മാസം 1 മാസക്കാലം വാരമാണ് ഉണ്ടാകുന്നത്. ആ വാരം നടത്തി വരുന്നത് ഇപ്പോൾ അന്നദാനമായി മാറി. അത്ര തന്നെ. അതായത് ഏറ്റവും പ്രധാനം ഇവിടെ ഭക്ഷണത്തിന് തന്നെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. വ്രതശുദ്ധിയോടെ ക്ഷേത്ര ദർശനത്തിനെത്തുന്നവർക്ക് പ്രത്യക്ഷ നാഗദേവ ദർശനവും സാധ്യമാകാറുണ്ടെന്നാണ് മൂലങ്ങാട്ടുകാർ പറയുന്നത്. പടിഞ്ഞാറ് ദർശനമായി വാണരുളുന്ന ഭഗവാൻ ഭക്തരുടെ വിവാഹ തടസ്സങ്ങൾ നീക്കുന്നതിലും സന്താന സൗഭാഗ്യം പ്രദാനം ചെയ്യുന്നതിലും കുടുംബത്തിൽ ഐക്യവും സമാധാനവും നിറയ്ക്കുന്നതിലും അത്യപൂർവമായ അനുഗ്രഹങ്ങളാണ് ചൊരിയുന്നത്. ക്ഷേത്രത്തിൽ നിത്യേന നടക്കുന്ന ഗണപതി ഹോമത്തിൽ പങ്കാളികളാകുന്നവർക്ക് സർവ്വദോഷ നിവാരണവും തടസ്സങ്ങളും നീങ്ങുമെന്നാണ് വിശ്വാസം. 40,000 പറ നെല്ല് പാട്ടം ലഭിച്ചിരുന്ന കൃഷിഭൂമിയുണ്ടായിരുന്ന മൂലങ്ങാട് ക്ഷേത്രത്തിനെന്നാണ് ചരിത്രരേഖകൾ പറയുന്നത്. പുരാതന ക്ഷേത്രമാണ്. വളരെ പഴക്കം ചെന്ന എനിക്കൊരു 60 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള അറിവുകൾ. കാരണം ഞങ്ങൾ കുട്ടിക്കാലത്ത് സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ ഇവിടെ എന്നും തൊഴുതിട്ടാണ് പോകാറ്. അതിൻ്റെ ഒരു മഹിമ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. ശ്രീരാമനും ലക്ഷ്മണനും ഒരുമിച്ച് ഉള്ള അമ്പലം മായന്നൂരുള്ളൊരു സ്ഥലമാണ് തിരുവല്ലാമല കഴിഞ്ഞില്ല. ഇവിടെ അന്നദാനം നടത്തുന്നുണ്ട്. അത് എല്ലാ കർക്കിടക മാസത്തിലും ദിവസവും അന്നദാനം നടത്താറുണ്ട്. പിന്നെ എല്ലാ ഭക്തജനങ്ങളും ഇവിടെ വന്ന് അവരുടെ നക്ഷത്ര ദിവസം, ജന്മനക്ഷത്ര ദിവസം പൂജ നടത്താറുണ്ട്. വളരെ വിപുലമായ രീതിയിലാണ് ഇവിടെ നിറമാല മഹോത്സവം നടത്താറ്. 3 ആനകളും പഞ്ചവാദ്യവും വെടിക്കെട്ടും ഒക്കെ നടത്തി അതിഗംഭീരമായി നടത്താറുള്ള ഇതിൽ ഒരുപാട് ആൾക്കാരോട് വന്ന് ഈ സംരംഭത്തിൽ പങ്കെടുക്കാറുണ്ട്. അതുകൊണ്ട് ഞങ്ങളെല്ലാം ഈ പ്രദേശത്തുള്ളവരെല്ലാവരും വളരെ സന്തുഷ്ടരാണ്. ഞങ്ങൾക്ക് അടുത്തൊരു ഇങ്ങനെ ഒരു ലക്ഷ്മണ ക്ഷേത്രം ഉള്ളതുകൊണ്ട്. ഭൂപരിഷ്കരണ നിയമപ്രകാരം വസ്തുവകകൾ അന്യാധീനപ്പെട്ടെങ്കിലും ഇന്നും വിവിധ കോണുകളിലെ കർഷകർ തങ്ങളുടെ ഒരു വിഹിതം ക്ഷേത്രത്തിൽ എത്തിക്കാറുണ്ടെന്നതും ഇവിടുത്തെ സവിശേഷതയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്നത് ഓട്ടൂർമന, മുണ്ടനാട്ടുമന, വെട്ടിയമ്പാടിമന, അമ്പായിമന, തേലക്കാട്ടുമന എന്നീ 5 മനക്കാരാണ്. നിലവിൽ മുണ്ടനാട്ടുമന ശങ്കരൻ നമ്പൂതിരി മാനേജിംഗ് ട്രസ്റ്റിയായും അതോടൊപ്പം രൂപീകരിച്ചിട്ടുള്ള സജീവമായ ക്ഷേത്ര കമ്മിറ്റിയും ചേർന്നാണ് ഈ പുണ്യസങ്കേതത്തിൻ്റെ ഭരണം ഭംഗിയായി നടത്തിപ്പോരുന്നത്. കേരളത്തിലെ മറ്റ് ലക്ഷ്മണക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മൂലങ്ങാട് ക്ഷേത്രത്തെ പേരിട്ട് നിർത്തുന്നത് അവിടുത്തെ അത്യപൂർവമായ ഉപദേവതാ സങ്കല്പങ്ങളാണ്. പടിഞ്ഞാറോട്ട് ദർശനമേകി നിലകൊള്ളുന്ന ലക്ഷ്മണസ്വാമിക്കൊപ്പം
നാലമ്പലത്തിനകത്ത് കന്നിമൂലയിൽ കിഴക്കോട്ട് ദർശനമേകി വിഘ്നേശ്വരനായ ഗണപതി ഭഗവാൻ കുടികൊള്ളുന്നു. ഇതിനെല്ലാം പുറമെ പടിഞ്ഞാറോട്ട് തന്നെ ദർശനമേകി പൂർണ്ണ പുഷ്കല സമേതനായി വാഴുന്ന സ്വയംഭൂ ശാസ്താവാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. കേരളത്തിൽ തന്നെ പൂർണ്ണ പുഷ്കല സമേതനായ സ്വയംഭൂ ശാസ്താ പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് മൂലങ്ങാട് ലക്ഷ്മണസ്വാമി ക്ഷേത്രം. ഇവിടുത്തെ സ്വയംഭൂ ശാസ്താവിങ്കൽ ഭക്തിപൂർവ്വം നീരാഞ്ജനവും എള്ളുകിഴിയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ കലികാലത്തെ കടുത്ത ശനിദോഷ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അകന്ന് സർവൈശ്വര്യവും കൈവരുമെന്നാണ് നൂറ്റാണ്ടുകളായുള്ള വിശ്വാസം. ലക്ഷ്മണ പെരുമാളിന് ഏറെ പ്രിയപ്പെട്ട വഴിപാടുകൾ പഞ്ചാരപ്പായസവും നെയ്വിളക്കും ഫലമൂലാദി ദ്രവ്യസമർപ്പണവും കേശാദിപാദം മാലയും ഒറ്റയപ്പവുമാണ്. ശംഖചക്രഗദാധാരിയായ പെരുമാളിന് ഭക്തിയോടെ പഞ്ചാരപ്പായസം വഴിപാടായി സമർപ്പിച്ചാൽ കഠിനമായ ഉദരസംബന്ധമായ അസുഖങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഫലപ്രാപ്തിയും രോഗശാന്തിയും കൈവരുമെന്നാണ് ഭക്തരുടെ അനുഭവ സാക്ഷ്യം. നൂറ്റാണ്ടുകളുടെ ഭക്തിസാന്ദ്രമായ പാരമ്പര്യമുള്ള മൂലങ്ങാട് ക്ഷേത്രത്തിൽ വിപുലമായ അന്നദാനം നടത്തുന്നത് ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായും ആഗ്രഹ സാഫല്യത്തിനായും ഭക്തർ സമർപ്പിക്കുന്ന പ്രധാന വഴിപാടാണ്. തിരുമൂല ലക്ഷ്മണസ്വാമി ക്ഷേത്രം അനന്തൻ്റെ ഇത് പുനർജന്മമായിട്ടാണ് നമ്മൾ കരുതപ്പെടുന്നത്. ഇവിടെ തന്നെ സന്താന ലബ്ധിക്ക് വേണ്ടി ഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആഗ്രഹം സഫലീകരിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ തന്നെ ഭഗവതി ഒരു സ്വയംഭൂവായ ഒരു അയ്യപ്പ പ്രതിഷ്ഠയോട് ചേർന്ന് തന്നെ സെപ്പറേറ്റ് ഒരു ക്ഷേത്രമായി കുടികൊള്ളുന്നുണ്ട്. സ്വയംഭൂ അയ്യപ്പ ക്ഷേത്രങ്ങൾ കുറവാണ്. അത് ഇവിടെ ശനിദോഷ നിവാരണത്തിന് വേണ്ടി നീലാഞ്ജനം അതുപോലെ എല്ലുകിഴി ഇതിലൊക്കെ നെയ്വിളക്കൊക്കെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ശനിദോഷ നിവാരണത്തിന് മാറിക്കിട്ടും. പിന്നെ എല്ലാ മലയാള മാസങ്ങളിലെയും 30 വെള്ളിയാഴ്ചകളിൽ ക്ഷേത്രത്തിൽ നടക്കുന്ന ഭഗവത് സേവ ഏറെ വിശിഷ്ടവും തടസ്സങ്ങൾ നീക്കുന്നതുമായി ഭക്തർ വിശ്വസിച്ചു പോരുന്നു. ധനുമാസത്തിൽ ക്ഷേത്രത്തിൽ ഭക്തിപുരസ്സരം കൊണ്ടാടുന്ന നിറമാലയും അയ്യപ്പൻ വിളക്കുമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ. പ്രകൃതി ഭംഗിയാൽ അനുഗ്രഹീതമായ ഈ ക്ഷേത്രമുറ്റത്ത് മായന്നൂർ ഗ്രാമത്തിൽ തന്നെ മറ്റെങ്ങും കാണാനാകാത്ത വിധം വെളുത്ത താമരകൾ നിറഞ്ഞ മനോഹരമായ ഒരു താമരക്കുളവുമുണ്ട്. വെളുത്ത താമരകൾ വിരിഞ്ഞു നിൽക്കുന്ന ഈ കുളവും ക്ഷേത്രാന്തരീക്ഷവും ഒത്തുചേരുമ്പോൾ ഭക്തർക്ക് അനുഭവപ്പെടുന്നത് ദിവ്യമായ ഒരു ശാന്തതയാണ്. താമരക്കുളത്തിലെ മീനുകൾക്ക് തീറ്റ നൽകുന്നതും ഇവിടുത്തെ ഒരു പ്രധാന ചടങ്ങാണ്. മനസ്സിന് സമാധാനവും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് പെട്ടെന്ന് ഫലസിദ്ധിയും നൽകുന്ന മൂലങ്ങാട് ലക്ഷ്മണസ്വാമി ക്ഷേത്രം ഭാരതപ്പുഴയുടെ തീരത്തെത്തുന്ന ഏതൊരു വിശ്വാസിയും തീർച്ചയായും ദർശനം നടത്തേണ്ട ഒരു ദിവ്യ പുണ്യഭൂമിയാണ്. സന്ധ്യാദീപം തിളങ്ങും നേരം തിരുനടയിൽ ശാന്തി നിറയും. തന്ത്രിയുടെ മന്ത്രധ്വാനങ്ങൾ ഉണർത്തിയിടും ഭക്തി തൻ തരംഗം. ക്ഷേത്രകലകൾ വാഴുമീ പുണ്യം ദർശന പുണ്യം തിരുനട. ദർശന പുണ്യം തിരുനട.